പത്തനംതിട്ട CWC മുൻ അധ്യക്ഷൻ N രാജീവിനെതിരെ പരാതി. പോക്സോ അതിജീവിതയുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തിയെന്നാണ് പരാതി. രാജീവിനെ രക്ഷപ്പെടുത്താൻ നീക്കം നടക്കുന്നതായും അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം. പ്രവീൺ പുരുഷോത്തമൻ, എന്തുകൊണ്ടാണ് രാജീവൻ ഇങ്ങനെ ചെയ്തത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്? സുജയ, പത്തനംതിട്ട CWC അധ്യക്ഷനായിരുന്ന N രാജീവനെ വനിതാ ശിശുവികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സസ്പെൻഡ് ചെയ്തിരുന്നു. പ്രധാനമായും രണ്ട് വസ്തുതകളാണ് ഈ ഒരു സസ്പെൻഷൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത്. രണ്ട് പോക്സോ കേസുകൾ പ്രതിപാദ്യമാക്കിയായിരുന്നു ഈ വനിതാ ശിശുവികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഈ സസ്പെൻഷൻ ഓർഡർ എന്നുള്ളത്. ഒന്ന്, അതിജീവിതയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അമ്മയുടെ പശ്ചാത്തലം, അച്ഛന്റെ പശ്ചാത്തലം, ജാതി, അങ്ങനെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചു എന്നായിരുന്നു വനിതാ ശിശുവികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ വ്യക്തമായത്. മറ്റൊന്ന്, അതിജീവിതയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിയെയും ഒപ്പം തന്നെ പ്രതിയുടെ ഒരു ബന്ധുവിനെയും CWC ഓഫീസിൽ കാണാൻ, നേരിട്ട് CWC അധ്യക്ഷനെ കാണാൻ അവസരമൊരുക്കി എന്നൊരു പരാതിയും ഉയർന്നിരുന്നു. ഈ രണ്ട് വസ്തുതകൾ ചൂണ്ടിക്കാട്ടിയാണ് CWC അധ്യക്ഷനായിരുന്ന N രാജീവിനെ സസ്പെൻഡ് ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ പൊതുപ്രവർത്തകനും ഹൈക്കോടതിയിലെ അഭിഭാഷകനുമായിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ആണ് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് സസ്പെൻഷൻ നടപടി മാത്രം പോരാ, നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കണം, കേസ് രജിസ്റ്റർ ചെയ്യണം എന്നാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും DGPയുടെ അടുത്തേക്ക് ഇപ്പോൾ ഇതിന്റെ തുടർ നടപടികൾ എന്താണോ അതെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശവും പോയിട്ടുണ്ട്. പ്രധാനമായും CWC അധ്യക്ഷനായിരുന്ന N രാജീവിനെതിരെ നിയമപരമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കണം, ഒപ്പം തന്നെ കേസ് രജിസ്റ്റർ ചെയ്യണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകിയ ഈ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. സുജയ. ഓക്കെ, പ്രവീൺ പുരുഷോത്തമൻ.